friends, welcome back to Melbourne Kerala Cafe. ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് നിങ്ങൾക്ക് തമ്പനയിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. ബൗണ്ടി ചോക്ലേറ്റ് ബാർ ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. സൂപ്പർ മധുരമാണ്, സൂപ്പർ ടേസ്റ്റ് ആണ്. പിള്ളേർക്ക് പോലും ഇത് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. അമ്മമാർ അവരെ ആ ചോക്ലേറ്റ് ഒന്ന് അലിയിച്ചെടുക്കാൻ മാത്രം സഹായിച്ചാൽ മതി. ബാക്കിയൊക്കെ അവർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. വളരെ എളുപ്പമാണ്. അപ്പം നമുക്ക് തീർച്ചയായിട്ടും ഇതൊന്ന് വീട്ടിലുണ്ടാക്കി നോക്കാം. നമ്മൾ വീട്ടിലുണ്ടാക്കിയ ഈ ബൗണ്ടി ചോക്ലേറ്റിനും കടയിൽ നിന്ന് മേടിക്കുന്ന ബൗണ്ടി ചോക്ലേറ്റിനും ഒരേ ടേസ്റ്റാണ്, ഒരു വ്യത്യാസവും ഇല്ല. പക്ഷേ ഒരു പടിയും കൂടെ മുന്നിൽ നമ്മുടെ ടേസ്റ്റ് നിൽക്കുന്നത് നമ്മൾ വീട്ടിലുണ്ടാക്കിയ ചോക്ലേറ്റിനാണെന്ന് ഞാൻ പറയത്തുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് ഉണ്ടാക്കി നോക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഒരു ബൗളിലേക്ക് നമുക്ക് 1.5 കപ്പ് ഉണങ്ങിയ തേങ്ങായും അതിൻ്റെ കൂടെ 1/4 കപ്പ് ഫ്രഷ് ക്രീം, അത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ആ ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ട് രണ്ടും കൂടെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നമ്മൾ നന്നായിട്ട് ഇളക്കി ചേർക്കും. അപ്പോൾ ഉണങ്ങിയ തേങ്ങായും കുറച്ച് ഫ്രഷ് ക്രീമും കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയും നമ്മുടെ കൈവെള്ളയിൽ കുറച്ച് നെയ്മയമോ അല്ലെങ്കിൽ എണ്ണയോ തൂത്തതിന് ശേഷം ഇതിനെ നമുക്ക് നമ്മളെ ബൗണ്ടി ചോക്ലേറ്റിൻ്റെ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, ആ ഒരു ഏകദേശം ആ ഒരു വലുപ്പത്തിലും ഒരു ഷേപ്പിലും നമുക്കിതൊന്ന് ആക്കിയെടുക്കാം. ഇങ്ങനെ ഓരോന്നും നമ്മൾ ഉണ്ടാക്കിയെടുക്കാം ഇതിൽ നിന്ന്. അങ്ങനെ ഇത് മുഴുവൻ നമ്മൾ ഒരു ബൗണ്ടി ചോക്ലേറ്റിൻ്റെ ഷേപ്പിലും സൈസിലും ഒക്കെ ആക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചോക്ലേറ്റ് സിറപ്പ് തയ്യാറാക്കാൻ പോവാണ്. ആ സമയം വരെ നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഫ്രിഡ്ജിലോട്ടൊന്ന് വെക്കാം. ഇപ്പോൾ ചോക്ലേറ്റ് സിറപ്പ് തയ്യാറാക്കാനായിട്ട് നമുക്ക് 250 ഗ്രാം മിൽക്ക് ചോക്ലേറ്റ് വേണം. അത് നമ്മളൊരു ഡബിൾ ബോയിലിംഗ് മെത്തേഡിലാണ് ഇത് ഉരുക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് 250 ഗ്രാം ചോക്ലേറ്റ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഒരു പാത്രത്തിൽ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ആ വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ ഈ ബൗൾ അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഒരു സ്പാച്ചില കൊണ്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ അടിയിൽ നിന്ന് വരുന്ന ആ ചൂടും കൊണ്ട് ഈ ചോക്ലേറ്റ് നന്നായിട്ട് ഉരുകി വരും. അപ്പോൾ ചോക്ലേറ്റ് നന്നായിട്ട് ഉരുകി നല്ല സ്മൂത്തായിട്ട് കിട്ടണം. അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് സിറപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ കോക്കനട്ട് ബാറ് അത് ഓരോന്ന് ഇട്ട് കൊടുത്തിട്ട് സ്പൂൺ കൊണ്ടോ ഫോർക്ക് കൊണ്ടോ നമ്മൾ ഇതിനെ ചോക്ലേറ്റിനകത്ത് കോട്ട് ചെയ്തെടുക്കും. ഇതിൻ്റെ 2 വശവും നന്നായിട്ട് ചോക്ലേറ്റിൽ കോട്ട് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് എക്സ്ട്രാ വരുന്ന ആ ചോക്ലേറ്റൊക്കെ ഒന്ന് വടിച്ച് കളഞ്ഞ് നമുക്ക് ഇതിനെ ഓരോന്നിനെയായിട്ട് ഒരു എന്നാ പറയണ്ട, ഒരു ബേക്കിംഗ് ട്രേയിലേക്കകത്ത് ഒരു ഷീറ്റ് ഇട്ടിട്ടുണ്ട് നമ്മൾ, ബേക്കിംഗ് പേപ്പർ, അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളിത് കോട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഇച്ചിരി സൂക്ഷിക്കണം കേട്ടോ. ചിലപ്പോൾ ഇതിൻ്റെ സൈഡിലൊക്കെ വിട്ടുപോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം അത് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഇച്ചിരി സൂക്ഷ്മതയോടുകൂടി ചെയ്യുക. ഇങ്ങനെ നമ്മൾ ഓരോന്നും ഉണ്ടാക്കി നമുക്ക് ഈ ബേക്കിംഗ് പേപ്പറിൻ്റെ മുകളിലേക്ക് നിരത്തി കൊടുക്കാം. അങ്ങനെ ഈ ഒരു അളവിൽ നിന്ന് നമുക്ക് 11 ബൗണ്ടി ബാർസ് കിട്ടിയിട്ടുണ്ട്. അത് നമ്മളെല്ലാം ഒരു ബേക്കിംഗ് ഷീറ്റിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഇനിയും പെട്ടെന്ന് സെറ്റായി കിട്ടാൻ 5 മിനിറ്റ് വേണേൽ ഫ്രീസറിൽ വെക്കാം, അല്ലെങ്കിൽ നമുക്ക് 10-15 മിനിറ്റ് ഫ്രിഡ്ജിലൊന്ന് വെച്ച് സെറ്റാക്കി എടുക്കാം. ഞാനിതിനെ 10 മിനിറ്റ് ഫ്രീസറിലാണ് വെച്ചത്. പക്ഷേ ഫ്രീസറിൽ വെക്കുമ്പോൾ നിങ്ങൾ മറന്നു പോകരുത്, പിന്നെ ഇത് ഭയങ്കര കട്ടയായി പോവും. അപ്പോൾ അങ്ങനെ ഞാനിതെല്ലാം എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിനെ ഓരോന്നിനെ ഇതിനകത്തുനിന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇതെല്ലാം നല്ല ചോക്ലേറ്റുമായിട്ട് നല്ല ഉറച്ചാണ് ഇരിക്കുന്നത്. നമുക്കിനിയും പതുക്കെ ഇതിൽ നിന്ന് ഇളക്കിയെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ വിട്ടുപോരും, അങ്ങനെ അവിടെ ഒട്ടിപ്പിടിച്ചൊന്നും ഇരിക്കത്തൊന്നുമില്ല. അപ്പോൾ ഇത് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിലൊക്കെ കുറച്ചൊക്കെ ചോക്ലേറ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇച്ചിരിയൊക്കെ ഒലിച്ചിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനെയൊക്കെ നമുക്ക് ഒരു കത്തി കൊണ്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആ സൈഡിൽ കൂടെയുള്ള ആ ഒരു എക്സ്ട്രാ ഇരിക്കുന്ന ചോക്ലേറ്റൊക്കെ ഒന്ന് മാറിയിട്ട് നല്ല വൃത്തിക്കുള്ള ബൗണ്ടി ബാറിൻ്റെ അതേ ഷേപ്പിൽ നമുക്ക് കിട്ടും. നമുക്ക് അങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാം.
നമ്മളിത് സെറ്റാകാനായിട്ട് ഫ്രിഡ്ജിലാണല്ലോ വെച്ചിരുന്നത്. അപ്പം അവിടുന്ന് നമ്മൾ പുറത്തെടുത്ത് കഴിയുമ്പം ഇച്ചിരി കഴിയുമ്പോൾ ഇതിൻ്റെ പുറത്തായിട്ട് ഇങ്ങനെ ചെറിയ വെള്ളം ഇങ്ങനെ വെള്ളമയം ഇങ്ങനെ കാണാൻ പറ്റും. അത് നമ്മളൊരു കിച്ചൺ ടവലും കൊണ്ടൊന്ന് ഒപ്പിയെടുത്താൽ മതി. ആ വെള്ളം അങ്ങ് വലിഞ്ഞു കിട്ടിക്കോളും. ഇപ്പം നമ്മുടെ ബൗണ്ടി ചോക്ലേറ്റ് ബാർസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. സൈഡൊക്കെ നമ്മൾ കട്ട് ചെയ്ത് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് കാണുമ്പോൾ ബൗണ്ടിയുടെ അതേ ലുക്കാണ്, പക്ഷേ രുചിയാണെങ്കിലോ അതിൻ്റെ എന്നാ പറയണ്ടേ, അതിൻ്റെ ഒപ്പം നിൽക്കുന്ന രുചിയാണ്. അതുപോലെ തന്നെയാണ് നമ്മളിത് ഉണ്ടാക്കി കഴിഞ്ഞാൽ. തീർച്ചയായിട്ടും നിങ്ങൾ ഇത് വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കണം. പിള്ളേർക്ക് വരെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് ഇതൊന്നും മറക്കരുത്. നമുക്ക് വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.